നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലിക്കണ്ടിയിൽ രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടം നിർമ്മിക്കുന്നത് KP മോഹനൻ MLAയുടെ ശുപാർശ പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായത്തിന് നിലനിൽപ്പില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്. പ്രൈവറ്റ് ബസ് വ്യവസായത്തെ സംബന്ധിച്ച് കാശ് മുടക്കുന്നവനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും KK തോമസ്. പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജനുവരി 19-ന്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. തെയ്യം കലാ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ വരവിളി ഗ്രന്ഥരചനാ പുരസ്കാരം പ്രഖ്യാപിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. വാർത്തകൾ വിശദമായി. കല്ലിക്കണ്ടിയിൽ രജിസ്റ്റർ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടി തുടങ്ങി. ടൗണിൽ 8 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് രജിസ്റ്റർ ഓഫീസിന് കെട്ടിടം പണിയുന്നത്. 2025-26 ബജറ്റിൽ KP മോഹനൻ MLAയുടെ ശുപാർശ പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കല്ലിക്കണ്ടിയിൽ രജിസ്റ്റർ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. ടൗണിൽ 8 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം പണിയുന്നത്. KP മോഹനൻ MLAയുടെ ശുപാർശ പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കല്ലിക്കണ്ടി രജിസ്റ്റർ ഓഫീസ് കല്ലിക്കണ്ടിയിൽ തന്നെ വേണമെന്ന ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതിന് ഭൂമി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സും അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ വേഗം തന്നെ സ്ഥലം ഏറ്റെടുക്കാനും നമ്മുടെ ഉസ്മാനാജിയുടെ ഭൂമി ഉസ്മാനാജി ഞാൻ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നിരിക്കുകയാണ്. ആ ഭൂമിയിലാണ് പുതിയ രജിസ്റ്റർ ഓഫീസിൻ്റെ കെട്ടിടം വരാൻ പോകുന്നത്. വളരെ സൗകര്യപ്രദമായ സ്ഥലമാണ്, നല്ല അന്തരീക്ഷമാണ് ഒക്കെ തന്നെ. പക്ഷേ അതിൻ്റെ കുറച്ച് ഈറാമുട്ടുകളുണ്ട്. അതാണ് ഇപ്പം പറഞ്ഞത്. നമ്മുടെ മണ്ണ് പരിശോധനയും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് വോളൊക്കെ തന്നെ സൈഡ് വോൾ നമ്മളെ കണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ചേർന്ന് കൂടിയേറ്റ് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് 2-3 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നത് കെട്ടിടമായതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പൂർത്തീകരിക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഭരണാനുമതി ലഭിച്ചതോടെ മണ്ണ് പരിശോധനയാണ് ശനിയാഴ്ച ആരംഭിച്ചത്. ഫലം ലഭ്യമാകുന്നതോടെ സാങ്കേതിക അനുമതിക്ക് നൽകി ടെൻഡർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പദ്ധതിക്ക് വേഗം കൂട്ടാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. KP മോഹനൻ MLA, സബ് രജിസ്ട്രാർ V. ഡോളി ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ KP അർഷിഫ, KC മുകുന്ദൻ, ജനകീയ കമ്മിറ്റി നേതാക്കളായ മനോമോഹനൻ മാസ്റ്റർ, സമീർ പറമ്പത്ത്, സജീവൻ യദുകുലം, AC രാജീവൻ, KP ചന്ദ്രൻ, TK ഉസ്മാൻ ഹാജി എന്നിവരും ഒപ്പമുണ്ടായി. പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SB ലജീഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ OT രാജുമ, ഓവർസിയർ P. സെറീന എന്നിവരും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായത്തിന് നിലനിൽപ്പില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് ഉടമകളുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൈവറ്റ് ബസ് വ്യവസായത്തെ സംബന്ധിച്ച് കാശ് മുടക്കുന്നവനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എത്ര രൂപ വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. ആ വരുമാനം കൊണ്ട് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. 10 വർഷമായി വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പോക്കറ്റ് മണി 50ഉം 100ഉം ലഭിക്കുമ്പോഴും വിദ്യാർത്ഥി ബസ്സിൽ നൽകുന്നത് 1 രൂപയാണ്. ഈ തുക അപര്യാപ്തമാണെന്ന് വിദ്യാർത്ഥികൾക്കും അറിയാം. പക്ഷേ 1 രൂപ കൂട്ടാൻ പോലും ഗതാഗത മന്ത്രി സമ്മതിക്കുന്നില്ല. പോരാട്ടമല്ലാതെ മറ്റു വഴികളില്ലെന്നും KK തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രൈവറ്റ് ബസ് വ്യവസായം പോലും കാശ് മുടക്കുന്നവനല്ല, അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെന്റുകളാണ്. എത്ര രൂപ ഒരാളിൽ നിന്നും വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അതിലൊന്നും ഒരു തെറ്റും നമുക്ക് പറയാനില്ല. പക്ഷേ ആ വരുമാനം കൊണ്ട് ഈ വ്യവസായത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവൂ എന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ.
ഈ കേരളത്തിലെ 80-85% വിദ്യാർത്ഥികളെയും തന്റെ കലാലയത്തിലേക്ക് എത്തിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകളാണ്. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കേവലം 1 രൂപയാണ് ഇന്നൊരു ഫെയർ സ്റ്റേജിൽ ഒരു വിദ്യാർത്ഥി കൊടുക്കുക. 10 രൂപ കൊടുത്തൊരു സാധാരണക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കുട്ടികൾ കൊടുക്കുന്ന 1 രൂപയാണ്. ഞങ്ങൾ പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോഴും എന്തിനധികം കുട്ടികളോട് പോലും സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട്, രഹസ്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, അത് വളരെ കുറവാണ്. കാരണം പോക്കറ്റ് മണിയായി 50-100 രൂപ ചെലവഴിക്കുമ്പോൾ 1 രൂപ കൊടുത്ത് 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം ഇത് കുറവാണ് എന്ന്. പക്ഷേ നിരന്തരമായി അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധ ചെലുത്തിയിട്ടും എന്തുകൊണ്ടോ ആ 1 രൂപയിൽ നിന്ന് 1 രൂപ പോലും കൂട്ടാൻ കഴിഞ്ഞ 10 വർഷമായി കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിനെ ഒക്കെ സമീപിക്കും. അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങളും ഐഡിയകളും ഒക്കെ പത്രമാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലൂടെ ഒക്കെ പറയും. പക്ഷേ 1 രൂപ എന്നത് 1 രൂപയുടെ കൂട്ടാൻ പറയുമ്പോൾ അദ്ദേഹം പറയും അത് ബുദ്ധിമുട്ടാണ്, അത് വിദ്യാർത്ഥികളാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനും വേദിയിലിരിക്കുന്നവരും മുഴുവൻ വിദ്യാർത്ഥികളായി കടന്നു വന്നവരാണ്. ഞാനൊക്കെ 4 കിലോമീറ്റർ നടന്നു പഠിച്ച ആളാണ്. ആ സാഹചര്യങ്ങളൊക്കെ മാറി വിദ്യാർത്ഥി പറയുന്ന സ്കൂളിൽ അത് ഇംഗ്ലീഷ് മീഡിയം 10-15 കിലോമീറ്റർ അകലെയാണെങ്കിലും മാതാപിതാക്കൾ ചെലവഴിച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് വിടുന്നു. പക്ഷേ അവിടെയും ഈ ബസ്സുകാരോട് വാങ്ങിക്കുന്നത് 1 രൂപയാണ്. ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരന് സ്വീകരണം നൽകി. പ്രിയപ്പെട്ട കാരായി ചന്ദ്രശേഖരൻ നൽകി ഈ ഒരു സ്നേഹ ആദരവ് ഈ വേദിയിൽ വെച്ച് നൽകി. ബസ് വ്യവസായത്തിന്റെ പ്രതിസന്ധി വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണെന്നും സംഘടന എല്ലാ ഊർജത്തോടെയും പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ തീരുമെന്നും കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. പോരാട്ടം മാത്രമേ മാർഗമുള്ളൂ. തീർച്ചയായും എല്ലാ വിഷയത്തിലും പോരാട്ടം മാത്രമേ മാർഗമുള്ളൂ. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ശ്രീ നാരായണ ഗുരുവിൻ്റെ ഉത്ബന്ധിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കടമെടുത്ത് പറഞ്ഞാൽ പോരാട്ടം മാത്രമേ മാർഗമുള്ളൂ. അതിന് സംഘടന അനുദിനം ശക്തിപ്പെടേണ്ടതുണ്ട്. ആ അനുദിനം ശക്തിപ്പെടുമ്പോൾ അതിന് യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ശക്തിപ്പെടാൻ സാധിക്കും. അത് സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരനൂറ്റാണ്ടായി ബസ് സർവീസ് നടത്തിവരുന്ന ഉടമകളെ കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ES ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. ശ്രീ ES ഉണ്ണികൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 50 വർഷക്കാലമായിട്ട് ബസ് മേഖലയിൽ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K. വേലായുധൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ബസ് ഉടമകളെ തലശ്ശേരി ജോയിന്റ് RTO TV വേണുഗോപാൽ, തലശ്ശേരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PT പത്മലാൽ എന്നിവർ ആദരിച്ചു. ശ്രീ MP ഭാസ്കരൻ തലശ്ശേരി ചെറുവാഞ്ചേരിയും തലശ്ശേരി ചെറുവാഞ്ചേരി റോഡിൽ സർവീസ് നടത്തുന്ന ആദ്യകാല K. ഗംഗാധരൻ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടും K. പ്രേമാനന്ദൻ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ ഹംസ എരിക്കുന്നൻ വിഷയാവതരണം നടത്തി. MS പ്രേംകുമാർ, C. മനോജ് കുമാർ, K. സത്യൻ, രാജ്കുമാർ കരുവാരത്ത്, പാലമുറ്റത്ത് വിജയകുമാർ, PP മോഹനൻ, TM സുധാകരൻ എന്നിവർ സംസാരിച്ചു. K. പ്രേമാനന്ദൻ സ്വാഗതവും KK ജിനചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. COA പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്നു. തലശ്ശേരി കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പ് പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് പാനൂരിൽ നടന്നു. തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. പാനൂർ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാറും എന്നതിൽ സംശയമില്ല. നേത്രപരിശോധന എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊന്നും നമുക്ക് അതിന്റെ ന്യൂനത മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത്തരം ക്യാമ്പുകളിൽ നമുക്ക് സാധാരണക്കാരനായ ആളുകൾക്ക് പങ്കെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വേണ്ട ചികിത്സ നൽകാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ഭാഗമാണ് കണ്ണ്. തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ കാഴ്ചശക്തി പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാതിരുന്നാൽ പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ പല ആളുകൾക്കും കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാം. ഈ പരിശോധനയുടെ ഭാഗമായി ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണട പകുതി വില സാധാരണക്കാരൻ നൽകിയാൽ ബാക്കി ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ വകയായി അവർ നൽകുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ് അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് നജീർ, സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം MK ഹരികൃഷ്ണൻ, കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ അശ്വിൻ, ക്യാമ്പ് കോർഡിനേറ്റർ അരവിന്ദൻ, സിഒഎ പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത്, സെക്രട്ടറി മനോഹരൻ പാറായി, ട്രഷറർ ഷാജി ഗ്രാമത്തി തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ മേഖലാ സമ്മേളനം ജനുവരി 28-ന് മാഹി റീഡ്സ് അവന്യൂവിലും, കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിലും, സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലും നടക്കും. പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജനുവരി 19-ന് നടക്കും. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമിയുടെ അധ്യക്ഷതയിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ ശിലാസ്ഥാപന കർമ്മം ഓൺലൈൻ വഴി നിർവഹിക്കുമെന്ന് രമേശ് പറമ്പത്ത് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20,87 രൂപ അതിന് സാങ്ഷൻ ആവുകയും അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്ത സ്ഥിതിയിലാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വരുന്ന 19-ാം തീയതി പോണ്ടിച്ചേരിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ ഉദ്ഘാടന കർമ്മം വെർച്വലായി നിർവഹിക്കുകയും അതിൽ നമ്മുടെ PWD മിനിസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തുന്ന വലിയ ഒരു പരിപാടിയാണ് ഈ വരുന്ന 19-ാം തീയതി നമ്മുടെ പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പിറകിലുള്ള സ്ഥലത്ത് വെച്ച് നടക്കുന്നത്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ ശിലാസ്ഥാപന കർമ്മം ഓൺലൈൻ വഴി നിർവഹിക്കും. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി K ലക്ഷ്മിനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. 6.5 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായ പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നിത്യേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 നില കെട്ടിടമായി ആശുപത്രി ഉയരുന്നതോടെ പള്ളൂർ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല അഭിലാഷമാണ് സഫലമാകുന്നത്. ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന മൃഗാശുപത്രിയുടെ സ്ഥലം ആരോഗ്യവകുപ്പിന് കൈമാറി. മൃഗാശുപത്രിക്ക് ആവശ്യമായ സ്ഥലം നഴ്സസ് ക്വാർട്ടേഴ്സിനടുത്ത് കണ്ടെത്തി അവിടത്തേക്ക് മാറ്റാനും സാധിച്ചു. നിലവിൽ 30 കിടക്കകളുള്ള ആശുപത്രി 50 കിടക്കകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില ആശുപത്രിയായാണ് നിർമ്മിക്കുന്നത്. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വികസന പ്രവർത്തനം നടപ്പാക്കുന്നതെന്ന് MLA രമേശ് പറമ്പത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആശുപത്രിയെ സംബന്ധിച്ച് ആ ആശുപത്രിയിൽ അസൗകര്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു പള്ളൂർ ആശുപത്രി പുതുക്കി പണിയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. ജനപ്രതിനിധി ആയതിനു ശേഷം അസംബ്ലിയിൽ നിരവധി തവണ ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച്, അവിടെയുള്ള അസൗകര്യങ്ങളെക്കുറിച്ച്, മറ്റ് സംവിധാനങ്ങളില്ലാത്തതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയും ബഹുമാനനായ പുതുച്ചേരി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി കൂടിയായ അദ്ദേഹം ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് 2022 നടന്ന നിയമസഭയിൽ ഉറപ്പു തരികയും അതിന്റെ വെളിച്ചത്തിലാണ് ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ആശുപത്രിയുടെ തൊട്ടുപിറകിലുള്ള മൃഗാശുപത്രിയുടെ സ്ഥലം അത് ആശുപത്രിയിലേക്ക് കൈമാറാൻ ഏറെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു. അത് പൂർത്തിയായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ടറും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റായ PWD ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെടുകയും അങ്ങനെ പാണ്ഡിച്ചേരിയിലെ ബഹുമാനനായ PWD മിനിസ്റ്റർ ലക്ഷ്മിനാരായണന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും തുടർന്നാണ് അതുമായി ബന്ധപ്പെട്ട DPR നമ്മൾ സ്ഥാപിക്കുന്നത്. മാഹിയിലെ ജനങ്ങളും മുൻകാല മുഖ്യമന്ത്രിമാരും ആശുപത്രി വികസനത്തിന് വലിയ പിന്തുണ നൽകിയതായി MLA പറഞ്ഞു. ആദ്യഘട്ടമായി 20.57 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും.
വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടൊപ്പം ജനറൽ മെഡിസിൻ, ENT, ഗൈനക്കോളജി, ഡെന്റൽ വിഭാഗങ്ങൾ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, ഫാർമസി, ഡിജിറ്റൽ ലാബ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ആശുപത്രി നിർമ്മിക്കുന്നത്. ചാലക്കര, പള്ളൂർ, പന്തക്കൽ എന്നീ 3 വില്ലേജുകളിലെയും കേരളത്തിന്റെ സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണിത്. ശിലാസ്ഥാപനത്തിന് ശേഷം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികം ആചരിച്ചു. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. ജനമനസ്സുകളിൽ ശക്തി സ്രോതസ്സായി എന്നും നിലകൊള്ളുന്ന ജനനായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നാടിന്റെ ഒരുപിടി സ്നേഹപ്പൂക്കൾ. PR കുറുപ്പിന്റെ ഓർമ്മകൾക്ക് 25 ആണ്ട്. ഓർമ്മദിനത്തിൽ പുത്തൂരിലെ സ്മൃതി കുടീരത്തിൽ രാഷ്ട്രീയ ജനതാദൾ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലെ അസ്തമയമില്ലാത്ത സൂര്യനാണ് സഖാവ് PR. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലുമൊക്കെ തന്നെ പ്രകാശിച്ചു നിന്ന പല രാഷ്ട്രീയ നേതാക്കളും മറവിയുടെ അഗാധഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 25 വർഷമായിട്ടും ഈ ജനനായകനെ, പ്രത്യേകിച്ച് പാനൂരിലെ ജനത, കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. മുൻമന്ത്രി ഡോക്ടർ A. നീലലോഹിതദാസൻ നാടാർ, മുൻ MLA ജമീല പ്രകാശം, മുൻ സംസ്ഥാന സെക്രട്ടറി KP ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, ദേശീയ നിർവാഹക സമിതി അംഗം KP മോഹനൻ MLA, കൗൺസിൽ അംഗം രവീന്ദ്രൻ കുന്നോത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം KP പ്രശാന്ത്, KK ജയപ്രകാശ്, മണ്ഡലം പ്രസിഡന്റ് P. ദിനേശൻ, N. ധനഞ്ജയൻ, TP അനന്തൻ മാസ്റ്റർ, അജിത് കുമാർ, P. ചന്ദ്രൻ, OP ഷീജ, ഉഷ രേരോത്ത്, മുകുന്ദൻ, അഡ്വക്കേറ്റ് KMC അംജദ് മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 18-ന് മുതിർന്ന സോഷ്യലിസ്റ്റ് K. കുമാരൻ ദീപം തെളിയിച്ചതോടെ ആരംഭിച്ച ചരമവാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി അനുസ്മരണ സമ്മേളനങ്ങൾ, സോഷ്യലിസ്റ്റ് കുടുംബ സംഗമങ്ങൾ, സ്വർണ്ണ മെഡലുകൾക്കായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം, ജില്ലാതല ചെസ് ടൂർണമെന്റ്, മഹിളാ കായികമേള, ബാലരംഗം, കലാസാഹിത്യമേള തുടങ്ങിയ പരിപാടികൾ നടന്നിരുന്നു. ചൊക്ലിയിലെ പൊതുപ്രവർത്തകനായിരുന്ന VA മുകുന്ദന്റെ ഓർമ്മയ്ക്കായി മുകുന്ദായനം പൊതുയിടം ഒരുക്കി. മുകുന്ദായനത്തിന്റെ ഉദ്ഘാടനം ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. മുകുന്ദായനം പൊതുയിടം നാടിന് സമർപ്പിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ പ്രശ്നങ്ങൾ ഇത്രമാത്രം ഏറ്റെടുത്ത, മരിക്കുന്നതുവരെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, വെള്ളത്തിലെ മീനിനെ പോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു മുസ്ലിം മുകുന്ദേട്ടൻ സംശയിക്കുന്ന കാരണമാണ്. അതാണ് മുകുന്ദേട്ടൻ ഇത്തരം ഒരു സ്മാരകം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് ഈ രീതിയിൽ നൽകണം എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചപ്പം ആ രീതിയിലേക്ക് ഉയർന്നാൻ തയ്യാറാണ്. ഇതൊരു പൊതു ഇടമാണ്, എല്ലാവരുടേതാണ്. മുകുന്ദേട്ടൻ എല്ലാവരുടെ ആളായിരുന്നു. മുകുന്ദേട്ടൻ ശക്തനായ രാഷ്ട്രീയമുള്ള ആളായിരുന്നു. വളരെ ശക്തമായ CPIM-ന്റെ ശക്തനായ നേതാവും പ്രാദേശിക സംഘാടകനായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ശത്രുക്കളുണ്ടായിരുന്നില്ല, എതിരാളികൾ മാത്രമായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആരോടും ശത്രുക്കൾ വെച്ചു പുലർത്തിയില്ല. അതേസമയം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എതിരാളികളുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ അർത്ഥത്തിൽ പെരുമാറിയ, ഒരേപോലെ പെരുമാറിയ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതൃത്വം. ഒരുപക്ഷെ പാർട്ടി ഹൈറാർക്കി നോക്കുമ്പോൾ ഇങ്ങനെയാണോ, ഹൈറാർക്കിയാണല്ലോ, ആ പാർട്ടി ഹൈറാർക്കി നോക്കുമ്പോൾ ഹൈറാർക്കിയിൽ ഉയർന്ന കമ്മിറ്റ്മെന്റ് ചെയ്യില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിലധികം ഉയർന്ന നേതാവായി. നേതൃത്വം എന്നത് ഏതെങ്കിലും സ്ഥാനമല്ല, താൻ അലങ്കരിക്കുന്ന പദവിയല്ല നേതാവ്, മറിച്ച്
ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അവബോധമാണ് നേതാക്കൾ. അത് മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. ചുക്ലിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊളിപ്പുറക്ക് മുകളിലാണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നതാണ്. അതാണ് മുകുന്ദന്റെ പ്രത്യേകത. സംഘാടക സമിതി ചെയർമാൻ എം ഹരീന്ദ്രൻ അധ്യക്ഷനായി. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുകുന്ദായനൻ രൂപകൽപ്പന ചെയ്ത രതീഷ് ബാബു കഴിഞ്ഞ ദിവസം നാടക മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികൾക്കും സംവിധായകൻ സവ്യാസാജിക്കും ചടങ്ങിൽ ആദരമൊരുക്കി. സംഘാടക സമിതി കൺവീനർ ടി.കെ. ശശി സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ. പ്രസീദ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മോഹൻദാസ് പാറാട്ട് അവതരിപ്പിച്ച കഥാപ്രസംഗവും അരങ്ങേറി. പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാലയുടെ 75-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് LP സ്കൂളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥപ്പുരകൾ നാടിന്റെ വിജ്ഞാന ഭണ്ഡാരമാണെന്നും പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാല 75 വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ഒരു നാടിന്റെ വിജ്ഞാന വിപ്ലവമായി മാറുകയാണെന്നും KP മോഹനൻ MLA പറഞ്ഞു. പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് LP സ്കൂൾ അങ്കണത്തിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറി എന്ന് ഞാനത് സൂചിപ്പിക്കാൻ പറഞ്ഞു. പഴയകാലത്ത് തന്നെ ലൈബ്രറി എന്ന് പറയുമ്പോൾ, വായനശാല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെ വിളക്കായി നിന്നതാണ് വായനശാലകൾ. PN പണിക്കർ തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട IV ദാസൻ മാസ്റ്റർ അതിനെ പുനരുദ്ധീകരിച്ചുകൊണ്ട് ജനകീയവൽക്കരിച്ചുകൊണ്ട് എല്ലാ പ്രദേശത്തും ചെറുതും വലുതുമായ വായനശാലകളെ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ നാടിൻ്റെ ഐശ്വര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ആ വായനശാലകളിലായിരുന്നു പഴയകാലത്ത് വിപ്ലവ പ്രസ്ഥാനമടക്കം മറ്റുള്ള കാര്യങ്ങളടക്കം ഒരു പ്രദേശത്തിൻ്റെ വികസന സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ ആ വായനശാലകളിൽ ഇരുന്നിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വായന എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയാറും അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു മഹത്തായ സംഭവമാണ് വായന. എക്സ്പയറി ഡേറ്റ് ഇല്ല വായന ഒരിക്കലും. അതാണ് കുഞ്ഞുണ്ണി മാഷ് വായന മരിക്കില്ല, മരിക്കാത്തൊരു അപൂർവമായ സംഭവമാണ് വായന. ഉദ്ഘാടന ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് അധ്യക്ഷനായി. വായനശാലയുടെ സ്ഥാപക പ്രവർത്തകൻ EN കരുണാകരനെയും നഗരത്തിലെ മുതിർന്ന വ്യാപാരികളെയും മുതിർന്ന ഓട്ടോ ഡ്രൈവർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ ആദര സമർപ്പണം നടത്തി. കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർമാരായ N ധനഞ്ജയൻ, MP സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N സുധീർ ബാബു, പാട്യം പഞ്ചായത്ത് അംഗം P അനയ, ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം K സുരേന്ദ്രൻ, വായനശാല പ്രസിഡന്റ് EK ഹരീന്ദ്രൻ, തൃക്കണ്ണാപുരം വെസ്റ്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ V നിതീഷ്, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി C പ്രമോദ് കുമാർ, വായനശാല സെക്രട്ടറി KM വത്സലൻ എന്നിവർ പ്രസംഗിച്ചു. പൂക്കോട് മഹാത്മാ മ്യൂസിക് ട്രിപ്പിന്റെ ഗാനമേളയും വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങളും കൈകൊട്ടിക്കളിയും സംഗീതശില്പവും അരങ്ങേറി. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ. ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൊക്ലിയിലെ തെയ്യം കലാ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ വരവിളി ഗ്രന്ഥരചനാ പുരസ്കാരം പ്രഖ്യാപിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഈ മാസം 25-ന് നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സദസ്സിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൊക്ലിയിലെ തെയ്യം കലാ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ വരവിളി ഗ്രന്ഥരചനാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുഖത്തെഴുത്തും തെയ്യച്ചമയങ്ങളും എന്ന ഗ്രന്ഥം രചിച്ച ഡോക്ടർ YB കണ്ണൻ, കതിവന്നൂർ വീരൻ വാക്കും പൊരുളും പുസ്തകം എഴുതിയ കീച്ചേരി രാഘവൻ, മാപ്പിള തെയ്യവും മാപ്പിള രാമായണവും എഴുതിയ ഡോക്ടർ B മുഹമ്മദ് അഹമ്മദ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. PK മോഹനൻ ചെയർമാനും ഡോക്ടർ AP ശ്രീധരൻ, പ്രദീപ് ചൊക്ലി, TP ഷിജു എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇതിന്റെ ജൂറി ചെയർമാൻ PK മോഹൻ മാഷാണ്. AP ശ്രീധരൻ, ഡോക്ടർ പ്രദീപ് ചൊക്ലി, ഷിജു TP എന്നിവർ ജൂറി മെമ്പർമാരാണ്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് ഈ വരുന്ന ജനുവരി 26-ന് നെടുമ്പ്രം മടപ്പുരയ്ക്കൽ വെച്ചിട്ട് ജേതാക്കൾക്ക് പുരസ്കാരമായി സമർപ്പിക്കുന്നത്. പുരസ്കാര ജേതാക്കളുടെ പേര് ഇവിടെ വായിക്കാം. 1 YB കണ്ണൻ, 2 കീച്ചേരി രാഘവൻ മാസ്റ്റർ, 3 ഡോക്ടർ B മുഹമ്മദ് അഹമ്മദ്. ഇവരൊക്കെ തെയ്യം മേഖലയിലെ തെയ്യത്തെ കുറിച്ചിട്ടുള്ള മികച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനകം എഴുതപ്പെടുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആൾക്കാരാണ്. തെയ്യം കേന്ദ്രീകൃത വിഷയങ്ങളിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ് 3 പേരെയും ജൂറി അംഗങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് സംഘാടകർ പറഞ്ഞു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഈ മാസം 25-ന് നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സദസ്സ് വേദിയിൽ പുരസ്കാരം സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ തെയ്യം കലാ അക്കാദമി വൈസ് ചെയർമാൻ PK മോഹനൻ, ട്രഷറർ TP ഷിജു, ഭരണസമിതി അംഗം പ്രദീപ് ചൊക്ലി എന്നിവർ പങ്കെടുത്തു. ജനശബ്ദം മാഹിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ പ്രദീപ് കൂവയുടെ കൊതി തീരും മുമ്പേ ഒരു യാത്രാമൊഴി എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങും നവവത്സരാഘോഷവും നടന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന പരിപാടി മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു.
മയ്യഴിപ്പുഴക്കര കലകളുടെയും സാഹിത്യത്തിൻ്റെയും വറ്റാത്ത ഉറവ പൊട്ടുന്ന സർഗപരതയുടെ വളക്കൂറുള്ള മണ്ണാണെന്നും വ്യത്യസ്തമായ സാംസ്കാരിക പെരുമയാണ് കൊച്ചുമയ്യഴിയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതെന്നും മാഹി MLA രമേശ് പറമ്പത്ത് പറഞ്ഞു. എം മുകുന്ദന് ശേഷം മയ്യഴിയിൽ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാർ എന്ന് ചോദിച്ചാൽ ഈ നിലയാണ്. നമുക്ക് നല്ല എഴുത്തുകാരെ നമുക്ക് സമ്മാനിക്കാൻ നമുക്ക് സാധ്യമാവണം. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇവരെങ്ങനെയാണ് ഈ നോവൽ എഴുതുന്നത്? ഒരു എഴുത്തുകാരൻ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ ഇപ്പോൾ 94 വയസ്സായി. അദ്ദേഹം ഇപ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 94ാമത്തെ വയസ്സിലും അദ്ദേഹം ഒരു കഥയെ കണ്ടെത്തുകയാണ്. ആധുനിക ഈ സോഷ്യൽ മീഡിയ, അതായത് ഈ മൊബൈലിലൂടെ വായിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പുസ്തകങ്ങൾ വായിച്ചെടുക്കുവാനുള്ള കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട അധ്യാപകന്മാരും അതിന് ഇടങ്ങെടുത്തണം, അതിന് വഴി കണ്ടെത്തണം എന്നുള്ളതാണ്. വലിയ വായനക്കാരനായില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട ക്ലാസിക് പുസ്തകങ്ങൾ വായിക്കാനും അതുവഴി ജീവിതം മെച്ചപ്പെടുത്തണം. നമ്മുടെ ഓരോ അടിയും, നമ്മൾ നടക്കുന്ന ഓരോ കാൽവെപ്പിനും വളരെ സ്ട്രോങ് ആയി നടക്കാൻ നമ്മൾ ചരിത്രം പഠിക്കണം, കഥ അറിയണം, നമ്മൾ ഈ പ്രദേശത്തിൻ്റെ കഥ അറിയണം, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കഥ അറിയണം. എഴുത്തിൻ്റെ വഴിയിൽ ഏറെ പ്രതീക്ഷയേകുന്ന നോവലിസ്റ്റാണ് ഈ പുസ്തക പ്രകാശനത്തിലൂടെ പിറവിയെടുക്കുന്നതെന്നും MLA പറഞ്ഞു. വിഖ്യാത ചിത്രകാരൻ KK മാരാർ കവയത്രി രതി രവിക്ക് ആദ്യ പ്രതി കൈമാറി പ്രകാശനം ചെയ്തു. ഓട്ടത്തിൽ തന്നെ ഇതിൽ പലതും എൻ്റെ മനസ്സ് പതിഞ്ഞിരുന്നു. ചെറിയൊരു പുസ്തകമാണ്, വലിയ നോവലല്ല. പക്ഷേ ആ നോവലിലെ ചില കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നത് മൊത്തം അതിനെ കൂടി ഓടിച്ചു നോക്കിയപ്പോൾ ഒരു 10-15 കഥാപാത്രങ്ങളാണ് ആകെ. 10-15 കഥാപാത്രങ്ങൾ. പക്ഷെ അതിൽ 4 കഥാപാത്രങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ചു. എൻ്റെ മനസ്സിൽ കയറി പറ്റിയ അതിലെ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങൾ അത് ചെറുതായിട്ടല്ല, ആഴത്തിൽ തന്നെ. ഒരു ഓട്ടപ്രദക്ഷിണത്തിൽ തന്നെ ഈ 4 പേരെ കാണുക, നോവലിൻ്റെ കൂടെ നമ്മളും സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ശ്രീ പ്രദീപ് കുവയോട് ഇവിടെ ഇരുന്നപ്പോൾ ചോദിച്ചു, ഈ നേരത്തെ ഇവിടെ തന്നെയായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ബോംബെയിലായിരുന്നു. എനിക്കറിയാം അദ്ദേഹം ബോംബെയിലായിരുന്നു, കാരണം ആ നോവൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ബോംബെയിൽ ജീവിച്ചൊരു കാര്യം. അതിൽ ബോംബെയിലെ കൊച്ചു ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു. ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ കൊച്ചു ഗുരുവായൂരിൽ ഒരു 5-6 തവണ പോയ ആളാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഇദ്ദേഹം പലപ്പോഴും കൊച്ചു ഗുരുവായൂരിൽ ജീവിച്ച ഒരാളാണ്. ജനശബ്ദം പ്രസിഡന്റ് ചാലക്കര പുരുഷു അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ BEd കോളേജ് ചെയർമാൻ ഡോക്ടർ NK രാമകൃഷ്ണൻ, ചെറുകഥാകൃത്ത് ഉത്തമരാജ് മാഹി, എഴുത്തുകാരൻ VK ബിജു മൂരാട്, നോവലിസ്റ്റ് CK രാജലക്ഷ്മി, ഗ്രന്ഥകാരൻ EK റഫീഖ്, ഡോക്ടർ മുഹമ്മദ് കാസിം, പായറ്റ അരവിന്ദൻ, ദാസൻ കാണി എന്നിവർ സംസാരിച്ചു. നോവലിസ്റ്റ് പ്രദീപ് കൂവ മറുഭാഷണം നടത്തി. ഇതിപ്പം ഈ കഥയിൽ അങ്ങനത്തെ വിഷമഘട്ടമൊന്നുമില്ല. 2 സുഹൃത്തുക്കളുടെ കഥയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഉത്തമരാജ് സാറ് പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് സിമ്പിളായി പറഞ്ഞ കഥയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ തട്ടുന്ന പല സീനുകളും ഉണ്ടെന്നും പറഞ്ഞു. അത് ചേച്ചി തന്നെ എന്നോട് അതേ പറഞ്ഞു. അവതാരിക എഴുതുമ്പോൾ അന്ന് പറഞ്ഞു കണ്ണ് നിറഞ്ഞു പോകും, അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ ഇനിയും എഴുതാനുള്ള അവസരം എനിക്ക് ദൈവം തരികയാണെങ്കിൽ, ഇനിയും കഥകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനുവേണ്ടി എനിക്ക് ഇവിടെ ഇങ്ങനെ സാഹചര്യം ഒരുക്കുന്ന ജനശബ്ദത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താൻ നീട്ടി വളർത്തിയ തലമുടി ജിഷ്ണു ബ്ലഡ് ഡൊണേഴ്സ് കേരള കോഓർഡിനേറ്റർ പ്രശാന്തിന് കൈമാറി. പ്രധാനാധ്യാപിക K ഷിജിന സ്വാഗതവും ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
प्रेम ने मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेम ने मौसम छे ओ आई गई रात मन भूलो बड़ी പാനൂരിലെ ഭിന്നശേഷി കുട്ടികളുടെ സ്നേഹവീട് യെസ് അക്കാദമി 4ാം വാർഷികം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റേകി. ഇ ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. പാനൂർ യെസ് അക്കാദമി എക്സലൻഷ്യ 2K26 ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. തോന്നിയതല്ല, ഇവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നത്. അത് വേറെ ഒരാൾ പ്രസംഗിക്കുന്നതില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് നടക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ കുട്ടികളുടെ മാറ്റങ്ങളെ അത്ഭുതകരമായി കണ്ടാണ്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന എന്താണ്, ഡിഫറൻ്റ്ലി ഏബിളിൽ നമ്മൾ വിളിക്കുന്നു. ശരിക്കും നമ്മൾ എന്നോ വിളിക്കേണ്ടതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അവയവങ്ങളും പൂർത്തിയായിട്ടുള്ളവരും ഒരു വൈകല്യമില്ലാത്തവരായിട്ടുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യം, ആ സൗകര്യം ഈ കുട്ടികൾക്ക് ലഭിക്കാൻ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താണോ അത് നികത്താൻ വേണ്ടി നമ്മൾ ഉത്സാഹിച്ചാൽ അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ആദ്യത്തെ എൻ്റെ ഒരു സാക്ഷ്യപത്രം ഞാനിവിടെ വെക്കുകയാണ്. യെസ് അക്കാദമി ചെയർമാൻ മുഹമ്മദ് ബാലിയിൽ അധ്യക്ഷനായി. യെസ് അക്കാദമി രക്ഷാധികാരി TK മുഹമ്മദ് അലി പുസ്തക പ്രകാശനം നിർവഹിച്ചു. നസറുദ്ദീൻ വാഴക്കാട് പുസ്തക സമർപ്പണം നടത്തി. ഫാമിലി ഗ്രൂപ്പ് ഓഫ് ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലീം വടക്കയിൽ യെസ് പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് ടീച്ചർ, ഉമൈ ഭാനു, TK അബ്ദുൽ ഹമീദ്, യെസ് അക്കാദമി ചെയർമാൻ ബാലിയിൽ മഹമ്മൂദ് ഹാജി തുടങ്ങിയവരെ ആദരിച്ചു. കൂട്ടിൽ മുഹമ്മദ് അലി, കൗൺസിലർമാരായ T നജീർ, ഷമീന സുബൈർ, സെറീന, യെസ് അക്കാദമി PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ, നിസ്താർ കീഴ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ മല്ലിയോത്ത് സ്വാഗതവും സഫ്വാന നന്ദിയും പറഞ്ഞു. ഹിബ, ഹഫീഫ തുടങ്ങിയവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു. സജീവ് കിളികുലം സംവിധാനം ചെയ്ത രുദ്ര തിയേറ്ററുകളിലെത്തി. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കിളികുലം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുലം നിർമ്മിച്ച് സംവിധാനം ചെയ്ത രുദ്ര തിയേറ്ററുകളിലെത്തി. സ്ത്രീപക്ഷ സിനിമയായ രുദ്രക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. സിനിമയാണ് രുദ്ര എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ ആണ് ഇവിടെ കഴിഞ്ഞത്. ഉരുൾപൊട്ടലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത ഒരു വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചൊരു മനോഹരമായ സിനിമയാണ്. ഇതിലെ ഡയറക്ടർ സജീവ് കിളികുലം നല്ല രീതിയിലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സിക്കിൾ സെൽ അനീമിയ അങ്ങനെ വളരെ എന്താ പറയുക അത്യപൂർവമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തിയൊരു സിനിമ. അതായത് ഇതുവരെ പല ഫിലിമുകളിൽ നിന്നും വ്യത്യസ്തമായൊരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളുവെങ്കിൽ പോലും അതിന് നാടിൻ്റെ ഒരു ഗന്ധമുള്ള കഥാപാത്രങ്ങളായിരുന്നു ഓരോന്നും. നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ കഥയിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാന മികവിലൂടെയും ഇതിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ നമ്മുടെ നാട്ടിൻപുറത്തെ ഇത്രയും നല്ല രീതിയിൽ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു രുദ്ര സിനിമ. തിരയാട്ടത്തിനെക്കാളും നന്നായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല അഭിനയമായിരുന്നു. സജീവ് കിളികുളം സംവിധാനം ചെയ്ത രുദ്ര എന്ന ചിത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറായി വേഷം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്.
നന്നായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. മോശമില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റിയത്. രുദ്ര എന്ന കഥാപാത്രം ശക്തമായൊരു സ്ത്രീ കഥാപാത്രമാണ്. കിളികുലം ഫിലിംസിൻ്റെ രുദ്ര ഇന്ന് പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രതികരണമാണ് രുദ്ര സംബന്ധിച്ച് പ്രേക്ഷകരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ തിയേറ്ററുകളിൽ നല്ല പ്രതികരണം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡൗൺ ടൗൺ മാളിൽ മാജിക് ഫ്രെയിമിൽ ഹൗസ്ഫുള്ളായിട്ടാണ് ഇപ്പോൾ സിനിമ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. തലശ്ശേരിയിൽ മാജിക് ഫ്രെയിമിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. രുദ്ര എന്ന യുവതിയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ നായികയായി നിഷി ഗോവിന്ദാണ് വേഷമിടുന്നത്. സംവിധാനത്തിനു പുറമെ രചനയും ഗാനരചനയും സംഗീതവും സജീവ് കിളികുളം തന്നെയാണ് നിർവഹിച്ചത്. ഞങ്ങളുടെ പുതിയ സിനിമ രുദ്ര ഇന്ന് പ്രദർശനം ആരംഭിക്കുകയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രുദ്ര തിയേറ്ററുകളിൽ എത്തുന്നത്. പക്ഷേ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതിലും വലിയൊരു സ്വീകാര്യതയാണ് ശരിക്കും രുദ്ര കിട്ടിയിരിക്കുന്നത്. ഓൾ കേരള ബേസിൽ നല്ലൊരു റിസൾട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഈ തലശ്ശേരിയിൽ ഹൗസ്ഫുള്ളാണ് ഷോ. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്. KSDA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM പാറപ്രം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാലയുടെ മുഖ്യ സാരഥിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സി മാധവൻ സ്മാരക വായനശാല അഹല്യ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടിയേരി സ്മാരക ഹാളിൽ തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. KSDA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM പാറപ്രം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാലയുടെ മുഖ്യ സാരഥിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സി മാധവൻ സ്മാരക വായനശാല അഹല്യ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടിയേരി സ്മാരക ഹാളിൽ തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. നാം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത ഇതായിരുന്നു. ഒരു വർഷം മുമ്പ് പ്രസാദൻ മാസ്റ്ററുടെ മരണവാർത്ത നൽകുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം ഫീൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ 1ാമത് ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക മേഖലയും ചൈതന്യം ഉള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ മാധവൻ സ്മാരക വായനശാലയുടെ പ്രധാനിയും അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ ഇവിടെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വായനശാല പ്രസിഡന്റ് KP രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, അഹല്യ കണ്ണാശുപത്രി PRO രജീഷ്, KK സനൽകുമാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയും ദീർഘകാല സാമൂഹിക വികസനവും ലക്ഷ്യമിട്ട് പുതിയൊരു വിദ്യാഭ്യാസ ദൗത്യത്തിന് തുടക്കമായി. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, കുറ്റ്യാടി MLA കുഞ്ഞാമത്ത് കുട്ടി, നാദാപുരം MLA EK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ സുള്ളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന RVS എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലയിലെ 15 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ +2 അല്ലെങ്കിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ അർഹരായ വിദ്യാർത്ഥികൾക്കായി 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്കോളർഷിപ്പ് സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക പരിമിതികൾ മൂലം ആരുടെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ തളരരുത് എന്ന ലക്ഷ്യത്തോടെ ദേശീയ, അന്തർദേശീയ സർവകലാശാലകളിലെ പഠനത്തിനാണ് ഈ തുക ലഭ്യമാക്കുന്നത്. സ്കോളർഷിപ്പിന് പുറമെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ കരിയർ ഗൈഡൻസും കൗൺസിലിംഗ് സേവനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ഇത് സംബന്ധിച്ച അവബോധ പരിപാടികൾ ഇതിനകം സംഘടിപ്പിച്ചു കഴിഞ്ഞു. വരും ഘട്ടങ്ങളിൽ ഈ പദ്ധതി സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നടൻ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനും വലിയ പിന്തുണ നൽകിയിട്ടുള്ള RVS എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനാണ് ഈ പുതിയ ദൗത്യത്തിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വീണ്ടും ഒരിടവേള.
PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം വാർഷിക സമ്മേളനം നടന്നു. പിണറായി ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിലാണ് സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിണറായി യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം നടന്നു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മുടെ സംഘടനയുടെ പ്രായം എന്ന് പറയുന്നത് 34ാമത് സമ്മേളനത്തിലെ 34 വയസ്സ്. നമുക്കറിയാം, നമ്മുടെ സർവീസ് മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുന്ന ആളുകൾ അവരാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. കേരളത്തിലാണെങ്കിൽ എയ്ഡഡ് മേഖല ഉൾപ്പെടെ 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു സിവിൽ സർവീസ് രൂപം കൊള്ളുന്നത്. ജോയിന്റ് സെക്രട്ടറി AL കുമാരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KT രതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് KP ചന്ദ്രലേഖ ആരോഗ്യബോധവൽക്കരണ ക്ലാസ് എടുത്തു. CV കാന്തിമതി, PV രത്നാകരൻ, CP ലോഹിതാക്ഷൻ, K സുരേന്ദ്രൻ, K പവനൻ, K ബാലൻ മാസ്റ്റർ, VM ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. KV രഞ്ജിത്ത് സ്വാഗതവും KK രാജരാജേശ്വരി നന്ദിയും പറഞ്ഞു. GVHSS കതിരൂർ റിട്ടയറീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകനായിരുന്ന PK ശിവാനന്ദന്റെ 1ാം ചരമവാർഷികാചരണം നടത്തി. കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിലാണ് പരിപാടി നടന്നത്. വിദ്യാഭ്യാസ, സർവീസ്, സാംസ്കാരിക രംഗങ്ങളിൽ 4 പതിറ്റാണ്ടിലധികം നിറഞ്ഞുനിന്ന അധ്യാപകൻ PK ശിവാനന്ദന്റെ 1ാം ചരമവാർഷികാചരണം നടത്തി. GVHSS കതിരൂർ റിട്ടയറീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറി ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗം റിട്ടയർഡ് DDE MK രാജു ഉദ്ഘാടനം ചെയ്തു. GVHSS റിട്ടയർഡ് പ്രിൻസിപ്പൽ CH വത്സലൻ അനുസ്മരണ ഭാഷണം നടത്തി. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ UK ബാലൻ അധ്യക്ഷനായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV കരുണൻ,
പിണറായി പഞ്ചായത്ത് അംഗം വിജയൻകാരായി, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, അഡ്വക്കേറ്റ് രത്നാകരൻ, വിവിധ വിദ്യാലയങ്ങളിലെ പ്രഥമാധ്യാപകരായിരുന്ന കെ അബ്ദുള്ള, എം പി ഹരീന്ദ്രൻ, പി വി വാസുദേവൻ നമ്പൂതിരി, കെ കുമാരൻ, പി ഗംഗാധരൻ, കെ സതി, വി രാജൻ, സി ആർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സച്ചിൻ, ശിവകൃഷ്ണൻ, കെ സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. നെടുമ്പ്രം കാരാറത്ത് ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ തിറമഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച നട തുറക്കൽ, ഗണപതി ഹോമം, ഉച്ചപൂജ, മണിവെറ്റില കൈനീട്ടം, തുടർന്ന് വേല, 6 മണിക്ക് ദീപാരാധന, വെള്ളാട്ടം, വേട്ടക്കുരുമകൻ, ഗുളികൻ, കാർണവർ, വൈരീഘാതകൻ, ഭഗവതീത്തോറ്റം എന്നിവയും ശനിയാഴ്ച പുലർച്ചെ ഗുളികൻ തിറ, കാർണവർ, വൈരീഘാതകൻ, ഭഗവതി, വേട്ടക്കുരുമകൻ തിറകളും കെട്ടിയാടി. പ്രസാദ ഊട്ടും നടന്നു. അൽമദീന എക്സ്പോർട്ട് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂം കറാമ വെഡ്ഡിംഗ് മാൾ പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ സെക്കൻഡ് ഫ്ലോർ ഉദ്ഘാടനം ചെയ്തു. തേർഡ് ഫ്ലോർ ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. ഷാഫി പറമ്പിൽ എം പി, പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ, അൽമദീന ഗ്രൂപ്പ് MD പൊയിൽ അബ്ദുള്ള, മുൻ MP K മുരളീധരൻ, പൊട്ടങ്ങണ്ടി അബ്ദുള്ള, പാറക്കൽ അബ്ദുള്ള, മോഹനൻ മാസ്റ്റർ, TT ഇസ്മായിൽ, അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. വളരെ സൗമ്യമായി ഞങ്ങളോട് പെരുമാറുന്ന സന്ദർഭം വൻ വിഷയമായി തീരും എന്ന വിശ്വാസം എനിക്കുള്ളത്. ഇത് പേരാമ്പ്രയിൽ എന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് എനിക്ക് അറിയുന്നത്. ഇത് വൻ വിഷയമായി തീരട്ടെ. ഇതിനെല്ലാവിധ ദുബായിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം വാണിജ്യ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള മാനേജ്മെന്റാണ് കരാമ വെഡിംഗ് മാർക്കറ്റ് എന്നെക്കാളും മുമ്പ് അറിയാവുന്നതാണ്. ഏതായാലും കച്ചവട രംഗത്ത് ലാഭേച്ഛയോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവർക്കും ആശംസകളും വിജയങ്ങളും നേരുന്നു. നല്ലതിനെ കൈനീട്ടി സ്വീകരിക്കുന്ന കരാമയും കൈനീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കരാമഞ്ഞ അങ്ങ് ദുബായിൽ മാത്രമല്ല നമ്മുടെ പേരാമ്പ്രയിലും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത്. ഈ സംരംഭം ഒരു വലിയ വിജയമാവട്ടെ, അവർക്ക് നേട്ടങ്ങളും ഗുണവും ഉണ്ടാവട്ടെ, അതിനോടൊപ്പം നാട് വളരട്ടെ, തൊഴിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട പൊയിലുൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് പറയുമ്പോൾ, ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഈ നാടിന്റെ ജനസേവന പ്രവർത്തനങ്ങളിൽ കൂടെ പങ്കാളികളാവുന്ന ആളുകളാണ്. ഒരുപാട് മനുഷ്യർക്ക് ഇതൊരു ആശ്വാസമായി മാറട്ടെ. ഇവിടെ തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു കരുത്തായി മാറട്ടെ. എല്ലാവർക്കും സ്നേഹാശംസകൾ, അഭിവാദ്യങ്ങൾ. വധൂവരന്മാരെ അണിയിച്ചൊരുക്കാനുള്ള പാരമ്പര്യ തനിമയും ഫാഷനും ഒത്തിണങ്ങിയ വസ്ത്രങ്ങളുടെ വിശാലമായ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന കറാമ വെഡ്ഡിംഗ് മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹോം ഡെക്കർ, ഫുട്വെയർ, ഫാൻസി, 1-ാം നിലയിൽ ബ്രൈഡൽ വസ്ത്രങ്ങൾ, സാരീസ്, 2-ാം നിലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ, 3-ാം നിലയിൽ പുരുഷന്മാർക്കുള്ള വസ്ത്രങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്.
ഉദ്ഘാടന ദിവസം പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ലഭിക്കും. ഓരോ മണിക്കൂറിലും 1000 രൂപയുടെ പർച്ചേസിന് നറുക്കെടുപ്പിലൂടെ 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകും. ഞായറാഴ്ച വൈകിട്ട് 4:30 പ്രശസ്ത ഗായകരായ ഹനാൻ ഷായും ഇസ്ഹാനും അണിയിച്ചൊരുക്കുന്ന മ്യൂസിക്കൽ ഷോ അരങ്ങേറും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നവാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുനീർ എരവത്ത്, കെ ഹനീഫ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വട്ടക്കണ്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വഹീദ പാറേമൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത വിനോദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം എടത്തുങ്കര, പഞ്ചായത്ത് അംഗം യൂസഫ് കരിബിപ്പോയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അനുരാഗ്, പഞ്ചായത്ത് അംഗം വി കെ നാസിദ, ശ്രീഹരി നമ്പൂതിരി, ഫാദർ ജോർജ് കുഴുവിലിയിൽ, ഷാജു ഹൈലൈറ്റ്, സുരേഷ് ബാബു കൈലാസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലിക്കണ്ടിയിൽ രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടം നിർമ്മിക്കുന്നത് KP മോഹനൻ MLAയുടെ ശുപാർശ പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായത്തിന് നിലനിൽപ്പില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്. പ്രൈവറ്റ് ബസ് വ്യവസായത്തെ സംബന്ധിച്ച് കാശ് മുടക്കുന്നവനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും KK തോമസ്. പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജനുവരി 19-ന്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. തെയ്യം കലാ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ വരവിളി ഗ്രന്ഥരചനാ പുരസ്കാരം പ്രഖ്യാപിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.